ഏതൊരു കാര്യത്തിൻ്റെയും ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമുക്ക് പാരൻസിൽ നിന്നിട്ടാണ് കിട്ടുക. അപ്പം മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്? ഇത് ഭയങ്കര രസകര സംഭവം. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഞാനൊക്കെ കുട്ടികളധികം ഹാൻഡിൽ ചെയ്യുന്നില്ല. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് അഡിക്ഷൻ ഉള്ള പ്രശ്നം ഈ പ്രായം ചെന്ന ആളുകളിൽ വരുന്നത് എന്നോട് ഒരുപാട് ആൾക്കാരുടെ മക്കളും പേരമക്കളും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. സാറേ, ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഇപ്പം മൂപ്പര് പുറത്തേക്കൊന്നും പോകാറില്ല, എപ്പോഴും ഫോണിലാണ്. ഈ ഫോൺ അഡിക്ഷൻ ഇൻ എൽഡർലി പോപ്പുലേഷൻ ഈസ് ഓൾമോസ്റ്റ് ഈക്വലാണ്. കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എങ്ങനെയുണ്ടോ ഒരുപക്ഷെ അതേ ഈക്വലായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഈ പ്രായം ചെന്നവരിൽ അഡിക്ഷൻ കാണുന്നുണ്ട്. ഒരു വലിയൊരു പോയിന്റാണ് അത്. കുട്ടികളെ അല്ല എന്നുള്ളതിന് അല്ല, തീർച്ചയായിട്ടും ഈ കുട്ടികളെക്കാൾ കൂടുതൽ അഡിക്ഷൻ എന്ന് വലിയവരിലുള്ളത്. കാരണം ഇന്ന് നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതങ്ങനെ വരും, നിങ്ങൾ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതാണ് വരും, അതല്ലെങ്കിൽ നിങ്ങൾ ദീനീ പഠനം നടത്തുന്ന ആളുകളാണെങ്കിൽ ചിലപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുട്ടികളിൽ മാത്രമല്ല എല്ലാവരിലുണ്ട്. അപ്പോൾ ഒരു വീട്ടിലിരുന്ന് ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ വല്യുപ്പയും വല്യമ്മയും ഒക്കെ ഇങ്ങനെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിനോട് നിങ്ങൾ മൊബൈൽ തുടരരുത്, കാണരുത് എന്ന് പറയാൻ ഇന്ന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു രീതിയിൽ അത് പാരൻസ് ആസ് എ റോൾ മോഡലായിട്ട് അവരും അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ചിൽഡ്രൻ റെസ്ട്രിക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള സജഷൻ. ഇപ്പം പലപ്പോഴും പറയാറില്ല, ഇഫ് യു റെസ്ട്രിക്ട് മോർ ഇറ്റ് വിൽ പെർസിസ്റ്റ് മോർ എന്നാണ്. അത് നമ്മൾ അപ്പം കുട്ടികളെ നിയന്ത്രണം കൂടുതലാക്കുന്നിടത്തും അവർ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ കുട്ടികൾക്ക് ബേസിക്കലി ഈ ഏതെങ്കിലും ഗാഡ്ജറ്റിലോ അല്ലെങ്കിൽ ടി വിയിലോ ഇരിക്കേണ്ടി വരും. അതിന് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ഇരുത്തുക എന്നുള്ളതാണ് ഇതിനൊരു മാർഗം.